പേരിടുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ പരിശുദ്ധ സഭയുടെ അംഗമാക്കി തീർക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഭാരതീയമായിട്ട് പറഞ്ഞാൽ ഇത് നാമകരണത്തിൻ്റെ ദിവസമാണ്. ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ മാമോദീസ നൽകി, വിശുദ്ധ മൂറോൻ അഭിഷേകം നൽകി, വിശുദ്ധ കുർബാന യേശുവിനെ കൊടുക്കുന്ന ദിവസമാണ്. എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥവും വ്യാപ്തിയും? വിശുദ്ധ മാമോദീസ നമ്മുടെ കർത്താവ് നമ്മെ വിശുദ്ധ വചനത്തിലൂടെ പഠിപ്പിച്ച വലിയ ഉദാശയാണ്. കർത്താവിൻ്റെ മുന്നോടിയായ യൂഹാനോൻ മാമോദീസ നൽകുന്നവനെന്നാണ് അറിയപ്പെട്ടത്. അവൻ പാപമോചനത്തിൻ്റെതായ മാനസാന്തരത്തിൻ്റെതായ ശുശ്രൂഷ നൽകി അവിടെ മാനസാന്തരപ്പെടുന്നവരെ വെള്ളത്താൽ കഴുകി ശുദ്ധീകരിച്ചു. അങ്ങനെ അവൻ കഴുകലിൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ രക്ഷകൻ യേശു അവൻ്റെ മുന്നിൽ യോർദാനിൽ എത്തിച്ചേരുന്നു. യേശു അവനോട് മാമോദീസ ചോദിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ നിന്നാണോ മാമോദീസ കേൾക്കുന്നത്? നീ ദൈവമാകുന്നു, നിനക്ക് മാമോദീസയുടെ ആവശ്യമില്ല. കർത്താവ് മറുപടി പറയുന്നത്, നീ ഇപ്പോൾ സമ്മതിക്കാം എന്നാണ്. യോഹന്നാൻ കർത്താവിന് മാമോദീസ നൽകുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഉണ്ടായി. യേശുക്രിസ്തുവിന്റെ മാമോദീസ ക്രിസ്തു ലോകത്തിലേക്ക് ഉദിക്കപ്പെടുന്നതിൻ്റെ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വലിയ സാക്ഷ്യമായി നിർത്തുന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ മാമോദീസ നൽകുന്ന യോഹന്നാൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ നൽകുന്നത് മാനസാന്തര മാമോദീസയാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, ആ മശിഹ യേശു ക്രിസ്തു നിങ്ങൾക്ക് വെള്ളത്താലും ആത്മാവാലും മാമോദീസ നൽകും. ക്രിസ്തു സ്വീകരിച്ച മാമോദീസ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിൻ്റെ വെളിപ്പെടലായിരുന്നു. ക്രിസ്തു നൽകുന്ന മാമോദീസ എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നമ്മെ സ്വീകരിക്കുന്ന കർമ്മമാണ്. ഈ കർമ്മം എത്രയും നേരത്തെ, ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ എന്ന് പറഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഈ ശുശ്രൂഷ നടത്തുക എന്നുള്ളതാണ് വേദവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കർത്താവ് 8-ാം ദിവസം പരിച്ഛേദന സ്വീകരിച്ചു. 40-ാം ദിവസം ദേവാലയത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവനെ പ്രതിഷ്ഠിച്ചു. ഇതേ പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകൾക്ക് ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത്. ഒരു കുടുംബം യേശു ക്രിസ്തുവിൽ ചേരുമ്പോൾ കുടുംബമായി അവർ മാമോദീസ സ്വീകരിക്കും. അങ്ങനെ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള കുടുംബത്തിൽ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദേവാലയ പ്രവേശനത്തിൻ്റെ അതേ ക്രമം പോലെ തന്നെ 40 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ എത്രയും നേരത്തെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസ മുഴുകി ക്രിസ്തുവിൻ്റെതാക്കി. പിൽക്കാലത്ത് പാഷാണ്ഡതയും വേദവിപരീതവും പ്രത്യേകിച്ച് യുക്താധിഷ്ഠിതമായ പാശ്ചാത്യ ചിന്തയും ഒക്കെ വന്നപ്പോഴാണ് കുഞ്ഞിന് വല്ലതും മനസ്സിലാവുമോ, പ്രായമായിട്ട് മാമോദീസ മുക്കല്ലേ വേണ്ടി, ആദ്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്, ഇനിയല്ലേ വാഗുകൊണ്ട് ഏറ്റു പറയേണ്ടത്. ഇതെല്ലാം 16-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. കണ്ടുപിടുത്തത്തിൻ്റെ കുഴപ്പം എന്താ?
ഈ കുഞ്ഞിനെ ബോധം വന്നിട്ട് അവൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെടുന്നത് മാത്രം ചെയ്തു കൊടുത്താൽ മതിയെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വളരുമോ? വളരെ കുഞ്ഞിൻ്റെ അമ്മ അവിടെ കയറി ഈ അപ്പൻ എന്ത് ചെയ്യും? അവിടെ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞ് പറഞ്ഞപ്പോഴാണോ അതിനെ ആദ്യം നമ്മൾ ഫീഡ് ചെയ്തത്? അല്ല. ഈ കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് തലമുറകളായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു കുഞ്ഞിൻ്റെ ജനനം, അതിൻ്റെ ശിശു സംരക്ഷണം, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ആവശ്യമായ സമയത്ത് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻസ് ഒക്കെ കൊടുത്തു, അല്ലേ? അതെല്ലാം കുഞ്ഞ് പറഞ്ഞിട്ടാണോ എനിക്ക് പോളിയോ തരണം, എനിക്ക് ഇന്ന വാക്സിൻ തരണം? അല്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, ഭൗതികമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കുഞ്ഞിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുവാൻ എത്രയോ അധികം നാം കടമപ്പെട്ടവരാണ്, അല്ലേ? അല്ലാതെ അതിന് 10-20 വയസ്സാകുന്നവരെ തോന്നിയതുപോലെ ജീവിക്കട്ടെ, എന്നിട്ട് ഒരു ദിവസം വിളിച്ചിരുത്തിച്ച് നമുക്ക് സുവിശേഷമൊക്കെ പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കിയെടുത്ത് നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. ഇതൊക്കെ വിവരമില്ലാത്ത ആളുകൾ, വേണ്ടതുപോലെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു കാര്യങ്ങൾ. മറിച്ച് പാരമ്പര്യമുള്ള സഭ അതിൻ്റെ ശിശുക്കളെ എത്രയും നേരത്തെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് എവിടെ വേണ്ടിയപ്പോൾ രണ്ടുപേരും പ്രവർത്തിച്ച് നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ കൊണ്ടുവന്ന് മാമോദീസ മുഖ്യൻ. എന്താണ് വിശുദ്ധ മാമോദീസയിൽ നടക്കുന്നത്? ഇത് ഒരു കഴുകലാണ്. എവിടെ നിന്നാണ് കഴുകുന്നത്? പാപത്തിലേക്ക് പോകാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ദൈവവേദലിനെ രക്ഷിക്കുവാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് വാഷ. അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത്, പണ്ടൊക്കെ നമ്മൾ ഒരു കാർ മേടിക്കാൻ പോയാൽ ഒരു അംബാസഡർ കാർ മാത്രമുണ്ട്, അതിനാകെ ഒരു മോഡലേ കാണുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് തരം കാറുകളുണ്ട്. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് കുറേ അക്സസറീസ് ഉണ്ടെന്ന് പറയും, അല്ലേ? അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിന് ടഫ്ലോൺ കോട്ടിംഗ് ഉണ്ട്. ഞാനും ഇത് ആദ്യം കേട്ടപ്പോൾ ഇതെന്താണോ തോന്നിയത്. ഇപ്പോഴാണ് പറഞ്ഞത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കോട്ടിംഗ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ശിശു പാപത്തിലേക്ക് വീണു പോകാതിരിക്കുവാൻ, കാരണം എന്താ? ആദമിൽ മനുഷ്യകുലം മുഴുവൻ പാപത്തിൽ നിബന്ധിച്ചു. പാപം ചെയ്യുവാനുള്ള ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ അത് മനുഷ്യജാതിയിൽ ഉണ്ട്. ഈ ലോകത്ത് പാപം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പാപത്തിലേക്ക് വീണു പോകാതെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉറപ്പും പ്രതിജ്ഞയും അതിനു വേണ്ടിയുള്ള ഒരു കഴുകലുമാണ്. അങ്ങനെ ഈ ശിശു കഴുകപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഈ കഴുകപ്പെട്ട ശിശുവിനെ ക്രിസ്തുവൽക്കരിക്കുക. ക്രിസ്മേഷൻ, വിശുദ്ധ മൂറോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ക്രിസ്തുവൽക്കരണം എന്നാണ്. അതൊരു തൈലത്തിൻ്റെ പേര് മാത്രമല്ല. അത് ചിലരൊക്കെ പറയുന്നത് മാതിരി ഒരു കുപ്പിയിൽ ഓർത്തഡോക്സ് സഭ പരിശുദ്ധാത്മാവിനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതല്ല. ആ വിശുദ്ധ തൈലം കൊണ്ട് പ്രാർത്ഥനാപൂർവം പുരോഹിതൻ കാർമ്മികമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ശമൂവേലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്തതുപോലെ മോശ അഹരോനെ പൗരോഹിത്യത്തിലേക്ക് ദൈവികമായി അഭിഷേകം ചെയ്തതുപോലെ മശിഹായുടെ പരിമളവാസനയാകുന്ന ഈ ക്രിസ്തുമൂറം കൊണ്ട് ഈ ശിശു ക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അവൻ ഇനി പിശാചിൻ്റേതല്ല, അവൻ കഴുകപ്പെട്ടവനാണ്,
അവൻ ക്രിസ്തുവാകുന്ന പരിമളത്തോട് ചേർന്നവനാണ്. ഈ രണ്ട് കാര്യങ്ങൾ കഴിയുമ്പോൾ പിന്നെ അവൻ വളരേണ്ടത് വിശുദ്ധ കുർബാന എന്ന നിത്യതയുടെ ആഹാരം ഭക്ഷിച്ചുകൊണ്ടാണ്. ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി എന്നാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്. നിത്യതയിലേക്ക് ആവശ്യമായിരിക്കുന്ന ആ ആത്മീയ ആഹാരം, പോഷണം വിശുദ്ധ കുർബാന ഈ ശിശു അനുഭവിച്ചുകൊണ്ട് വളരണം. ചില സഭകളുണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയില്ല, ഒരു ചെറുപ്പത്തിലെ ബാപ്തിസം, പക്ഷെ എന്തിനാ മുക്കിയെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഒരു 12 വയസ്സാകുമ്പോൾ സ്ഥിരീകരണ ശുശ്രൂഷ നടത്തും. മൂറോൻ്റെ ഒരു വകഭേദമാണ് സ്ഥിരീകരണ ശുശ്രൂഷ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് 16-17 വയസ്സാകുമ്പോൾ വിളിച്ച് കുർബാന കൊടുക്കും. ഇപ്പോൾ പാശ്ചാത്യ സഭകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് മനസ്സിലായി അത് തെറ്റാണ്. കഴിഞ്ഞ മാർപ്പാപ്പായുടെ കാലത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സുന്നതദോസ് കൂടിക്കൊണ്ട് തന്നെ പറഞ്ഞു, പൗരസ്ത്യ സഭ ചെയ്യുന്നതാണ് ശരി, ഈ ശിശു ക്രിസ്തുവിലാണ് വളരേണ്ടത്, ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ടാണ് വളരേണ്ടത്. ആ വളർച്ചയുടെ പന്താവിൽ ഏത് സമയത്തും അവനെ ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്ത് അവന് ഏത് സമയവും അവന് വിശ്വാസത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ മാമോദീസ മുതൽ തന്നെ മൂറോനും വിശുദ്ധ കുർബാനയും കൊടുക്കുന്നതാണ് അഭികാമ്യം എന്ന് അവർ മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഈ ആരാധനയുടെ വേദശാസ്ത്രം ഒരുപാടൊന്നും അറിഞ്ഞുകൊള്ളാൻ നിർബന്ധമില്ല. പക്ഷെ ഒന്നും നമുക്കറിയാം, നമ്മുടെ ആരാധനയുടെ ശാസ്ത്രീയ അടിസ്ഥാനം വളരെ മനോഹരമാണ്, വളരെ വലുതാണ് എന്ന്. എന്നാൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്ര, കൗദാശിക വേദശാസ്ത്ര അടിസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമാണ്, ഏറ്റവും പ്രൗഢമാണ്. അത് പാശ്ചാത്യ സഭകളൊക്കെ ഒരുപോലെ സമ്മതിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ശിശുവിനെ നാം കഴുകുന്നു, അവന് ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ നൽകുന്നു. അവന് ക്രിസ്തുവൽക്കരിക്കപ്പെട്ട ആ മഹത്വമായ സൈത്ത് വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, നിരന്തരമായ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഈ കുഞ്ഞ് വളരുവാനായിട്ട് ഇടയാകുന്നു. ഏതാനും കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൽ 3 തവണ റൂസ്മാകളുടെ ശിശുവിന് പറയും. ഒന്നാമത്തേത് തൈലം കൂടാതെയുള്ള റൂസ്മയാണ്. ആ റൂസ്മ സമയത്താണ് നാമകരണം നടക്കുന്നത്, ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് പേര് വിളിക്കുന്നത്. രണ്ടാമത് സൈത്ത് കൊണ്ടുള്ള റൂസ്മയാണ്. എന്തിനാണ് സൈത്ത് പുരട്ടുന്നത്? കുളിക്കുന്നതിന് മുൻപ് എണ്ണ തേപ്പിക്കുക എന്ന ഒരു ക്രമമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. പാപത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ക്രിസ്തുവിലേക്ക് ചേരുന്നതിന് വേണ്ടിയുള്ള പരിമള സൈത്ത്. അത് കഴിഞ്ഞ് മാമോദീസ കഴിയുമ്പോൾ വിശുദ്ധ മൂറോനാൽ മുദ്ര കുത്തപ്പെടുകയും മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് മാമോദീസയിൽ നടക്കുന്നത് എന്ന് ഓർക്കണം. നമുക്ക് വീണ്ടും ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് കഴിയും എന്താണ് മാമോദീസ. റോമാലേഖനത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ അവൻ്റെ പാപത്തോട് മരിക്കുന്നതാണ് മാമോദീസ. One must die in Christ so that his sins will be pardoned and washed away. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാമോദീസ തൊട്ടിയിൽ നിങ്ങൾ സശബ്ദം വീക്ഷിക്കുകയാണെങ്കിൽ കാണാം, ഈ ശിശുവിനെ കിഴക്കോട്ട് അഭിമുഖമായി ഇരുത്തി, കുനിഞ്ഞ് ഇരുത്തി, 4 ഭാഗത്തു നിന്നും സ്ലീബായുടെ ആകൃതിയിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥന, ഇവൻ്റെ പാപം
ഇവിടെ അടക്കപ്പെടണം, ഇവൻ്റെ ലൗകികത ഇവിടെ മരിക്കപ്പെടണം. അവിടെ നിന്ന് ക്രിസ്തുവിൽ ആ വ്യക്തി പുനർജനിക്കുകയാണ്. കൊമ്പൻ കബറോ, കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വാക്കുകൾ രഹസ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശിശുവിൻ്റെ രണ്ട് തോളിലും പുരോഹിതൻ പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് അഭിമുഖമായി ആ ശിശുവിനെ ഉയർത്തുന്നു. യഥാർത്ഥ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ആ സമയത്ത് കൈമണി അടിക്കുന്നതായ രീതിയുണ്ട്. എ ന്യൂ ബോൺ, ക്രിസ്തുവിൽ ഒരു പുതിയ ജനനം നടന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തെങ്കിലുമൊക്കെ 4 പ്രസംഗം കേട്ട് തട്ടും മുട്ടും കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കുളത്തിൽ ചാടുമ്പോഴല്ല ന്യൂ ബോൺ ആകുന്നത്. നാം എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നാം ജനിച്ച് ഏറെ താമസിയാതെ തന്നെ യോർദാനിൽ, വിശുദ്ധ യോർദാനാണ് മാമോദീസ തൊട്ടി, അതിൽ പുതുതായി ജനിക്കപ്പെട്ടുള്ളവരാണ്. വി ആർ ദ ന്യൂ ബോൺ. നമ്മളാണ് പുതു സൃഷ്ടി, പുതുതായിട്ട് ജനിച്ചിട്ടുള്ളവർ എന്ന് ഓർക്കണം. ആ വലിയ ശുശ്രൂഷയാണ്, ആ വലിയ കൂദാശയാണ് ഇന്ന് ഈ ശിശുവിനെ നൽകുന്നത്. തീർച്ചയായിട്ടും ഈ ശിശുവിനെ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ മനസ്സിലാകും, അല്ലേ? യോഹന്നാൻ്റെയും കർത്താവിൻ്റെയും കാര്യം പറഞ്ഞു. യോഹന്നാന് ആരാണ് മാമോദീസ കൊടുത്തതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഉത്തരം പറയാനൊക്കില്ല. യോഹന്നാന് മാമോദീസ കൊടുത്തത് ക്രിസ്തു തന്നെയാണ്. എപ്പോഴാണ് മാമോദീസ കൊടുത്തത്? യോഹന്നാൻ എലിശബയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ, മറിയാവിൻ്റെ ഗർഭത്തിൽ വചനമാകുന്ന ക്രിസ്തു അവിടേക്ക് യൂദ് പർവ്വതത്തിലേക്ക് എഴുന്നള്ളി. വചനത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തുള്ളിച്ചാടി. പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടുന്ന അനുഭവമാണ് വിശുദ്ധ മാമോദീസ. അതുകൊണ്ട് ഈ ശിശുവിനെ പരിശുദ്ധാത്മാവാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വെള്ളത്തിലൊക്കെ നനയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് കരയും, ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ ചിലർ വിമർശന ബുദ്ധി അപേക്ഷിക്കും, കുഞ്ഞിന് എന്തിനാ അത് ചെയ്യുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അതിനെ പരിശുദ്ധാത്മാവ് അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥനാപൂർവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കുഞ്ഞിനോടുകൂടി വസിക്കുകയും ഇവളെ വിശുദ്ധ മാമോദീസയിലേക്ക് പൂർണ്ണമായി യോഗ്യയാക്കുകയും ചെയ്യും. വിളിക്കുന്ന പേര് യുലീത്തി. വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പൈതൽ എന്നാണ്. കുര്യാക്കോസ് സാദായുടെ മാതാവിൻ്റെ പേരാണ്. എനിക്ക് പ്രത്യേകം സന്തോഷമുള്ളത് യുലീത്തി എന്ന ഫെമിനിൻ നെയിമിൻ്റെ മാസ്കുലിൻ ഫോമാണ് യൂലിയോസ് എന്നുള്ള പേര്. ബേബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശിശു. ഞാൻ അങ്ങനെ ആയി കാണുന്നതല്ല, അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയാണ് ഈ പേരിടുന്നത്. ഈ കുഞ്ഞിനെ യുലീത്തി എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഫെമിനിൻ നെയിമാണ് ദൈവത്തിൻ്റെ ശിശു. ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടത്, യൊൽദോ എന്നുള്ളത് ജനിക്കപ്പെടുന്നത്, ദൈവത്താൽ ജനിക്കപ്പെടുന്നത്, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ ഈ വലിയ അർത്ഥം. ക്രൈസ്തവ സഭയെ, യേശുവിലുള്ള വിശ്വാസത്തെ അഭംഗുരമായി ഏറ്റുപറഞ്ഞ എൻ്റെ ശിശുവിനെ വധിക്കുന്ന സന്ദർഭത്തിലും ക്രിസ്തുവിനെ ത്യജിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് വേണ്ടി മരണം വഹിച്ച ഒരമ്മയും മകനുമാണ് യുലീത്തിയും കുര്യാക്കോസ് സാദായും. അതിൻ്റെ പ്രാർത്ഥന ഈ ശിശുവിനെ കോട്ടയും മാധ്യസ്ഥവുമായിരിക്കട്ടെ. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ശുഭോലാഭോ